കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം വിശുദ്ധിതൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ വിശുദ്ധിതൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ താതാ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമ താതാ വിശുദ്ധീകരിക്കൂ ഈശോയെ സ്വീകരിക്കാൻ എന്നെ ഒരുക്കൂ ശുദ്ധീകരിക്കൂ വിശുദ്ധീകരിക്കൂ ഈശോയെ സ്വീകരിക്കാൻ എന്നെ ഒരുക്കൂ ചിന്തകൾ വാക്കുകൾ എൻ ചെയ്തികൾ എല്ലാം നിൻ മുൻപിൽ വിശുദ്ധമായിടട്ടെ ചിന്തകൾ വാക്കുകൾ എൻ ചെയ്തികൾ എല്ലാം നിൻ മുൻപിൽ വിശുദ്ധമായിടട്ടെ വിശുദ്ധിതൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമ
വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമതാദാ. പരിശുദ്ധാത്മാവിൻ പരിപാവനമാം വരപ്രസാദം എന്നിൽ പകർന്നിടണം. പരിശുദ്ധാത്മാവിൻ പരിപാവനമാം വരപ്രസാദം എന്നിൽ പകർന്നിടണം. മർത്യരാം ഞങ്ങളെ നിൻ ഛായയിൽ സൃഷ്ടിച്ച ദൈവമേ എൻ പ്രണാമം. മർത്യരാം ഞങ്ങളെ നിൻ ഛായയിൽ സൃഷ്ടിച്ച ദൈവമേ എൻ പ്രണാമം. വിശുദ്ധി തൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമതാദാ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമതാദാ. വിശുദ്ധി തൻ മാർഗങ്ങളെ മാറോടു ചേർക്കാൻ കൃപയരുളൂ മമതാദാ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ വരമേകി എന്നെ വഴി നടത്തൂ മമതാദാ. ശാലോം ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വചനം ശ്രവിക്കുവാനും അതുവഴി ആത്മീയ സൗഖ്യവും ആനന്ദവും സന്തോഷവും ലഭിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനം ശ്രവിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. മരുഭൂമിയിൽ മന്നയായി അവതരിച്ചവനെ, ബെത്ലഹേമിൽ മാംസമായി തീർന്നവനെ, ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അപ്പമായി തീർന്നവനെ, ഈ അവിടുത്തെ വചനം ശ്രവിക്കുവാനും ആ വചനത്തിൻ്റെ സൗഖ്യം ലഭിക്കുവാനും അതുവഴി ഞങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും പ്രാപിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവെ, വചനം ശ്രവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനത്തിന് കാതോർക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിൽ അവിടുത്തെ വചനത്തിൻ്റെ സാന്നിധ്യത്തിന് തടസ്സമാകുന്ന എല്ലാ നിലപാടുകളെ, എല്ലാ അവസ്ഥകളെ, എല്ലാ ജീവിത സാഹചര്യങ്ങളെ അവിടുത്തെ തിരുരക്തത്താൽ അവിടുന്ന് കഴുകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ വചനം ശ്രവിക്കുവാൻ തക്ക രീതിയിൽ വിശുദ്ധീകരിക്കുകയും അവിടുത്തെ സ്നേഹത്താലും അനന്തമായ നന്മയാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ആമീൻ. ഈ ദിവസങ്ങളിൽ UAE അജ്മാൻ എന്ന് പറയുന്ന പ്രദേശം സന്ദർശിക്കുവാനായിട്ടിടയായപ്പം അവിടെ ഒരു കുടുംബത്തിൽ ഏതാനും ദിവസം താമസിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്നതിനിടയിൽ അവർ ഇപ്രകാരം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടുത്തെ ആ കുടുംബനാഥൻ ഇപ്രകാരം പറയുകയാണ്: എനിക്കൊരു ഭവനം ഈശോ നൽകി. എനിക്കൊരു ഭവനം ഈശോ നൽകി. ആ ഭവനത്തിന് 3 റൂമുകളാണുള്ളത്. അതിൽ ഒരു റൂം ഈശോ എടുക്കുകയും മറ്റ് 2 എനിക്ക് നൽകുകയും ചെയ്തു. ആ സഹോദരൻ അങ്ങനെ പറയാനായിട്ടിടയായ സാഹചര്യം ഇപ്രകാരമാണ്. ആ കുടുംബനാഥയോട് ഇങ്ങനെ സംസാരിക്കുമ്പം കുടുംബനാഥ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് നല്ല ഒരു വീട് കിട്ടി. ആ നല്ലൊരു വീടിൽ 2 റൂം ഞങ്ങളെടുത്തു.
ഒരു റൂം ഈശോയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ രണ്ട് പരാമർശങ്ങളുടെയും വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ രണ്ട് പരാമർശങ്ങളിലും വളരെ കാതലായിട്ടുള്ള വ്യത്യാസം നിഴലിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗത്ത് ദൈവം ദാനമായി നൽകുന്നു, ആ ദൈവത്തിൻ്റെ വലിയ ദാനം അനുഭവിക്കുന്നു. രണ്ടാമത്തെ ചിന്തയിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, എൻ്റെ നേട്ടത്തിൻ്റെ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ, ശക്തിയിൽ ഒരു ആശ്രയത്തിൻ്റെ ഒരു മനോഭാവം. പലപ്പോഴും നമുക്കറിയാം, ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലും കരിസ്മാറ്റിക് കൂട്ടായ്മയിലൂടെയൊക്കെ ഒരുപാട് ദൈവിക അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. വ്യക്തിപരമായി ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി തീരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പം, വലിയൊരു ജനക്കൂട്ടത്തിലേക്ക് വരുമ്പം, ഈശോയെ സ്വന്തമാക്കാനായിട്ട്, ഈശോയെ പ്രഖ്യാപിക്കുവാനായിട്ട്, ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് പല രീതിയിലുള്ള തടസ്സങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ലോക പ്രശസ്ത ധനാഢ്യനായ വാറൻ ബഫറ്റിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ മലയാള ടൈറ്റിൽ ഇപ്രകാരം വായിക്കാനായിട്ടിടയായി: ധനികരാകുവാനും ധനികരായി നിലനിൽക്കുവാനും. അത് ചെറിയ മാറ്റത്തോടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധരാകാനും വിശുദ്ധിയിൽ നിലനിൽക്കാനും, വിശുദ്ധരാകാനും വിശുദ്ധിയിൽ നിലനിൽക്കാൻ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരു കാര്യം, എന്താണ് വിശുദ്ധിയിൽ നിലനിൽക്കാനായി, വിശുദ്ധിയിൽ വളരാനായി നമുക്ക് തടസ്സമാകുന്ന കാര്യം എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമുക്ക് വളർത്തിയെടുക്കാനായി, ഈ ചിന്തയിൽ വളരുവാനായി ലൂക്കാ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ചില ജീവിത ദർശനങ്ങൾ, ചില ബോധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, സക്കേവൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടെത്താനായിട്ടിടയായിത്തീരുന്നത്. ഇവിടെ ജെറീക്കോ എന്ന് പറയുന്ന നഗരം പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു നഗരമാണ്. ലോകചരിത്രത്തിൻ്റെ, ലോക സംസ്കാരത്തിൻ്റെ പിള്ളത്തൊട്ടിലെന്ന് വിളിക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് ജെറീക്കോ എന്ന് പറയുന്നത്. ജോഷുവായും കൂട്ടരും 7 പ്രാവശ്യം വലം വെച്ച് നശിപ്പിച്ച് ഇസ്രായേൽ ജനം കീഴടക്കിയ ഒരു നഗരമാണ് ജെറീക്കോ എന്ന് പറയുന്നത്. വീണ്ടും നമുക്കറിയാം, ഈ ജെറീക്കോ എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലും ഈശോ പറയുന്നുണ്ട്, ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്രയാകുന്ന ഒരു മനുഷ്യൻ. പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇവിടെ ജെറീക്കോ എന്ന് പറഞ്ഞാൽ തകർച്ചയുടെ ഒരു നഗരമാണ്. അന്നേരം ഈ തകർച്ചയുടെ ഒരു നഗരത്തിൽ ഈശോ കണ്ടുമുട്ടുകയാ രക്ഷിക്കപ്പെടേണ്ട ഒരു മനുഷ്യനെ. അബ്രാഹത്തിൻ്റെ ഒരു പുത്രനെ ഈശോ ഈ നഗരത്തിൽ കണ്ടെത്തുകയാ. തകർച്ചയുടെ നാശത്തിൻ്റെ വക്കിൽ നിന്ന് ഒരു മനുഷ്യനെ ഈശോ കണ്ടെത്തുകയാ, അവനെ തെരഞ്ഞെടുക്കുകയാ. ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ സക്കേവൂസിന് 3-4 കാര്യങ്ങൾ അവനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, തിരുവചനം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ സക്കേവൂസ് ധനാഢ്യനാണ്. സക്കേവൂസിന് ഒരു നാടുണ്ട്, കാരണം അവൻ ജെറീക്കോയിൽ അവനെ കണ്ടെത്തി. അവനൊരു നാടുണ്ട്, അവനൊരു അഡ്രസ്സുണ്ട്, അവനൊരു പേരുണ്ട്, അവനൊരു ജോലിയുണ്ട്. ചുങ്കം പിരിക്കുന്ന ആ സക്കേവൂസ്. അന്നേരം ഇവിടെ ഈ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് സക്കേവൂസ് മനസ്സിലാക്കുകയാ, ഈ ജനക്കൂട്ടത്തിൽ നിന്നാൽ ഈശോയെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജനക്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ യേശുവിനെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധ്യമല്ല. സ്നേഹമുള്ളവരെ, ഇത്തരത്തിലുള്ള ഒരു പ്രചോദനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മനോഭാവം, ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഈ വചനം ശ്രവിക്കുന്ന നാം ഓരോരുത്തർക്കും ഈശോ പരിശുദ്ധാത്മാവ് ഈ സമയം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. യേശുവിനെ കാണുവാനായിട്ട് സക്കേവൂസ് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ കാണുവാനായിട്ട് സക്കേവൂസ് ആഗ്രഹിക്കുകയാ. നാട്ടിൽ പേരുള്ള ഒരു മനുഷ്യൻ, ധനാഢ്യനായ ഒരു മനുഷ്യൻ, ഒരു രാജ്യമുള്ള മനുഷ്യൻ, അഡ്രസ്സുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വചനം പഠിപ്പിക്കുകയാ, ജനക്കൂട്ടം നിമിത്തം അവനത് സാധ്യമായിരുന്നില്ല എന്ന്. ജനക്കൂട്ടം നിമിത്തം അവനത് സാധ്യമായിരുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്.
ജനക്കൂട്ടത്തിന് വേട്ടനായയുടെ ഒരു സ്വഭാവമാണെന്നാണ് പറയുക, കടിച്ചു കീറുന്ന സ്വഭാവമാണെന്ന് പറയുക. ആ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന സക്കേവൂസ്, ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തെ വളർത്തിയെടുക്കാനായിട്ട്, അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് തയ്യാറാകുന്ന സക്കേവൂസിനെ നമ്മൾ കണ്ടെത്തുകയാണ്. അന്നേരം സക്കേവൂസ് ആ ബോധ്യത്തിലേക്ക് വരികയാ, ഈ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് എനിക്ക് സാധ്യമല്ല. ശാരീരിക വൈകല്യങ്ങളാകാം, മനസ്സിൻ്റെ വൈകല്യങ്ങളാകാം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാകാം. ഇവിടെ ഈ ജനക്കൂട്ടം എല്ലാ കാലത്തും യേശുവിനെ കാണുവാനായിട്ടുള്ള തടസ്സമായി തന്നെ നിലനിൽക്കുകയാണ്. പല വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷകരായി സഹായിക്കുന്ന വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ഒരുപാട് സേവനം ചെയ്യുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യരൊക്കെ ഒരു ഇടവക കൂട്ടായ്മയുടെ, ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുമ്പം അവർ പ്രാർത്ഥിക്കാത്തവരായി, വളരെ അലസരായി അതിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളെ, ചില മനോഭാവങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈശോയെ കാണാനായിട്ട് സാധ്യമല്ല. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ തിരിച്ചറിയാനായിട്ട്, യേശുവിൻ്റെ മുഖദർശനം ഉണ്ടാകാനായിട്ട് അസാധ്യമായിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ഇവിടെ നമ്മൾ ഈശോയുടെ ഒപ്പം യാത്രയാകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു ജനക്കൂട്ടം അവനെ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ഈശോയുടെ ജനക്കൂട്ടം ഈശോയെ അനുഗമിക്കുന്നത്, യോഹന്നാൻ സുവിശേഷം പറയുന്നത്, അവൻ്റെ വചനം ശ്രവിക്കുവാൻ വേണ്ടിയിട്ടല്ല, അപ്പം തിന്നുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈശോയെ അനുഗമിക്കുന്നത് എന്ന്. ദൈവരാജ്യത്തിൻ്റെ ആനുകൂല്യം പിടിച്ചു പറ്റാനായിട്ടാണ്, ദൈവരാജ്യത്തിൻ്റെ ആനുകൂല്യം പിടിച്ചു പറ്റുവാനായിട്ടാണ് ഈ ജനക്കൂട്ടം ഈശോയെ അനുഗമിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാകുവാൻ വേണ്ടിയിട്ടല്ല, ദൈവരാജ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനക്കൂട്ടം ഈശോയെ അനുഗമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, വലിയ ധ്യാനങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പങ്കെടുക്കുന്ന വ്യക്തി ജനക്കൂട്ടത്തിൽ നിന്ന് 1, 2, 3, 4 പേർക്ക് സൗഖ്യമോ ഈശോയുടെ അനുഭവം ഉണ്ടാകുന്നുള്ളൂ. അന്നേരം ജനക്കൂട്ടം എല്ലാ കാലത്തും ഈശോയെ തിരിച്ചറിയാനായിട്ടുള്ള തടസ്സമായി നിൽക്കുകയാണ്. ഈ ജനക്കൂട്ടം വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, തങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ഉള്ളത് നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ടും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതാന്തസ്സുകളൊക്കെ, ജീവിത നിലവാരമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 കാര്യങ്ങളാണ് ഈ ജനക്കൂട്ടം ദൈവരാജ്യത്തിൻ്റെ പിന്നാലെ പായുമ്പം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഉള്ളത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല, കൂടുതൽ മെച്ചപ്പെട്ട നിലവാരങ്ങളിലേക്ക് ഉയരണം എന്നുള്ള ചിന്തയാണ് ഈ ജനക്കൂട്ടത്തിനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട വലിയ ചിന്തയാണിത്, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വലിയ ചിന്തയാണിത്, നമ്മളൊക്കെ തിരിച്ചറിയേണ്ട വലിയ ജീവിത നിലപാടാണിത്. യേശുവിനെ കണ്ടെത്താനായിട്ട്, യേശുവിനെ തിരിച്ചറിയാനായിട്ട്, യേശുവിനെ സ്വന്തമാക്കാനായിട്ട് ഈ ജനക്കൂട്ടം പോലെ തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ജനക്കൂട്ടം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. പല വ്യക്തികളും ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷാ കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ ആവേശത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ പങ്കെടുക്കും. അതേസമയം ഒരു ഇടവക പള്ളിയിലോ മറ്റു തങ്ങളെ അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ തീക്ഷ്ണതയില്ലാതെ വിശുദ്ധ ബലിയിലും കൂദാശകളിലുമൊക്കെ പങ്കെടുക്കുന്നത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈശോ തന്നെ പഠിപ്പിക്കുന്നത്, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, തളർവാദ രോഗിയുമായിട്ട് വരുന്ന ആ വ്യക്തികൾക്ക് ജനക്കൂട്ട നിമിത്തം ഈശോയുടെ പക്കലേക്ക് വരുവാനായിട്ട് സാധ്യമായില്ല എന്ന്. അന്നേരം ജനക്കൂട്ടം എപ്പോഴും യേശുവിനെ കണ്ടെത്തുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അന്ന് ഈ അവസ്ഥയെ തരണം ചെയ്യാനായിട്ടുള്ള ആത്മാവിൻ്റെ വെളിച്ചം, ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചെങ്കിലേ ദൈവകൃപയിലും ഈശോയെ കണ്ടെത്തുവാനായിട്ട്, ഈശോയെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 1 യോഹന്നാൻ സുവിശേഷം 22-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ നടക്കുന്ന വഴിയേ നടക്കണം.
അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ നടക്കുന്ന വഴിയെ നടക്കണം. ഇവിടെ സക്കേവൂസ് ആ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോ നടക്കുന്ന വഴിയെ നടക്കാനായിട്ടുള്ള തീരുമാനം സക്കേവൂസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. അങ്ങനെ തീരുമാനമെടുത്ത് മുമ്പേ നടക്കുന്ന സക്കേവൂസിനെ അന്വേഷിച്ചുകൊണ്ട് ഈശോ അവൻ്റെ പക്കലേക്ക് പോകുകയാണ്. കാണാൻ പോയവനെ നോക്കുന്ന ഈശോയെ നമ്മൾ കണ്ടെത്തുകയാണ്. യേശുവിനെ കാണാൻ പോയവനെ നോക്കുന്ന ഈശോയെ നമ്മൾ കണ്ടെത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ഈശോയെ എനിക്ക് കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായാൽ, ഈശോയെ എനിക്ക് അനുഭവിച്ചറിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായാൽ, ഈ സക്കേവൂസിനെ ഈശോ നോക്കിയതുപോലെ നമ്മെയും ഈശോ നോക്കും എന്നുള്ള ബോധ്യം, വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യമാണ് നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുക. ആ ബോധ്യമാണ് നമ്മളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക. യേശു നോക്കുന്നത് അവനെ അബ്രാഹത്തിൻ്റെ പുത്രനായതുകൊണ്ടാണ്. ആ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഈശോയ്ക്കുള്ളത് കൊണ്ട് ഈശോ സക്കേവൂസിൽ കാണുന്നത് പാപിയായിട്ടുള്ള ഒരു മനുഷ്യനെ അല്ല. ചുറ്റുമുള്ള ജനസമൂഹം, ഫരിസയരും ജനപ്രമാണികളുമെല്ലാം ഈശോയെ വിമർശിക്കുകയാണ്. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു. സക്കേവൂസ് തിരിച്ചറിയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ജനക്കൂട്ടം എന്താണ്, ഈശോയെ കാണുവാൻ തടസ്സമാകുന്ന സാഹചര്യങ്ങൾ എന്താണ്. അമിതമായിട്ടുള്ള ചുങ്കം പിരിക്കുന്ന മനോഭാവം, അന്യായമായിട്ട് പിടിച്ചു പറിച്ചെടുത്ത സാധനങ്ങളുടെ വലിയൊരു നിക്ഷേപം അവൻ്റെ ഭവനത്തിലുണ്ട്. മറ്റുള്ളവരോട് ചെയ്തിട്ട് ക്രൂരതകളുടെ വലിയ ഒരു ലിസ്റ്റ് അവൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം സക്കേവൂസ് തിരിച്ചറിയുക. ഒരു കണ്ണാടിയിൽ എന്ന പോലെ സക്കേവൂസ് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കഴിയുമ്പം അവൻ്റെ കുറവുകളെ കുറിച്ച് അവൻ ബോധവാനാവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വ്യക്തികൾ സുവിശേഷത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ കുറവ് കൊണ്ട് സുവിശേഷത്തിൽ ഇടം പിടിച്ച ഏക വ്യക്തി സക്കേവൂസാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. തൻ്റെ കുറവ് കൊണ്ട് സുവിശേഷത്തിൽ ഇടം പിടിച്ച ഏക വ്യക്തി സക്കേവൂസാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ നഷ്ടപ്പെട്ട ചൈതന്യത്തിലേക്ക് ഈശോ നോക്കിക്കഴിഞ്ഞപ്പം സക്കേവൂസിൻ്റെ ചൈതന്യം, ദൈവപുത്രൻ്റെ സ്ഥാനം, ദൈവപുത്രത്വം സക്കേവൂസിന് ഈശോ തിരിച്ചു നൽകുകയാണ്. അവിടെ ഈശോ സക്കേവൂസിൽ കാണുന്നത് പാപിയായ ഒരു മനുഷ്യനെ അല്ല, നരകത്തിന് അടിമയായ ഒരു മനുഷ്യനെ അല്ല. ഈശോ സക്കേവൂസിൽ കാണുന്നത് അബ്രാഹത്തിൻ്റെ പുത്രനാണ്. ഈ വചനം ശ്രവിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, ഈ സമയം ഈശോ നമ്മളെ നോക്കുകയാ. നമ്മൾ പാപത്തിൻ്റെ ജഡിക താല്പര്യങ്ങൾപ്പെട്ട് കഴിയുന്ന മനുഷ്യരാകാം, പല രീതിയിലുള്ള അടിമത്തങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുന്ന വ്യക്തികളാകാം. ഈശോയെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ മൂടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാകാം. എന്നാലും ഈശോയുടെ പക്കലേക്ക് ഈശോയെ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവിടുത്തെ നോക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈശോ തീർച്ചയായിട്ടും സക്കേവൂസിനെ നോക്കിയതുപോലെ ഈ സമയം ഈശോ നമ്മെയും നോക്കും. ഈ സമയം ഈശോ നമ്മെയും നോക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥനാപൂർവം ഈ വചനങ്ങൾക്ക് നമുക്ക് കാതോർക്കാം. പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഇങ്ങനെ യേശുവിനെ കണ്ടെത്തുവാനായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ ജനിക്കുമ്പം അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യമാണ്. നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറയും, ഭക്തിപൂർവം അൽഫോൻസാമിയെ പോലെയാണല്ലോ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് കാണും മറ്റുള്ളവർ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയായി, മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയായി. ചെറുപ്പക്കാർ ആരും പള്ളിയിൽ കയറാറില്ല, പ്രാർത്ഥിക്കാറില്ല. ഞാൻ മാത്രം പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു കുറവല്ലേ എന്നുള്ള ചിന്ത നമ്മുടെ ഇടയിൽ ജനിച്ചു വരുന്നത് ഈ ജനക്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന്, ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന്. കാരണം ആൾക്കൂട്ടത്തിന് വ്യക്തിത്വമില്ല. ആൾക്കൂട്ടത്തിന് വ്യക്തിത്വമില്ല. അത് മനുഷ്യനെ മയക്കുന്ന, മനുഷ്യനെ പിന്തിരിപ്പിക്കുന്ന സ്വഭാവത്തിൻ്റെ അടിമയാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ഇവിടെയാണ് യേശുവിൽ നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. ഇവിടെയാണ് യേശുവിൽ നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. യേശുവിനെ കാണണമെങ്കിൽ, യേശുവിനെ അനുഭവിക്കണമെങ്കിൽ ഈ ജനക്കൂട്ടത്തെ വിട്ട് മുമ്പേ നടക്കാനായിട്ടുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ ഈ ജനക്കൂട്ടത്തിൻ്റെ കെട്ടുപാടുകളെ, ആൾക്കൂട്ടത്തിൻ്റെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുമ്പേ നടക്കുന്ന നമ്മെ, മരത്തിൽ കയറിയിരിക്കുന്ന നമ്മെ, ആഗ്രഹിക്കുന്ന നമ്മെ തീർച്ചയായിട്ടും കർത്താവ് കണ്ടെത്തും എന്നുള്ളത് വളരെ വാസ്തവമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറയുന്ന ഒരു വാക്കുണ്ട്: ബർനാഡിന്റെ പുത്രന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു പാപിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര വലിയ വിശുദ്ധനായേനെ. ബർനാഡിന്റെ പുത്രന് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു പാപിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അവൻ എത്രയോ വലിയ വിശുദ്ധനായേനെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്, ജീവിതം ദൈവത്തിൻ്റെ കാരുണ്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായാലേ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ തെറ്റെനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നേറ്റു പറയാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ നേട്ടമാണെന്നുള്ള ബോധ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ചിന്തയോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒരു മാനസാന്തരത്തിൻ്റെ, ജീവിത നവീകരണത്തിൻ്റെ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് ഈ ഒരു വചനഭാഗത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ മക്കളാകുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി അതിനൊരുക്കമായിട്ട് കുമ്പസാരം എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു നിലപാടിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ജീവിത സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധമായത് സ്വീകരിക്കുവാൻ വേണ്ടി അശുദ്ധമായ ഇന്നലകളെ നമ്മൾ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. കളിക്കുന്ന വീട്ടിലെ ഒരു കുട്ടി, 3-4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ചെളിയുള്ള ഒരു പാത്രവുമായി, മണ്ണും പൊടിയുമുള്ള ഒരു പാത്രവുമായി അമ്മയുടെ മുമ്പിൽ വന്ന് ഭക്ഷണത്തിന് വേണ്ടി പാത്രം നീട്ടിക്കഴിഞ്ഞാൽ സ്നേഹമുള്ള ഒരമ്മയും ആ ചെളിയുള്ള പാത്രത്തിലേക്ക് ഒരിക്കലും നല്ല ഭക്ഷണ സാധനങ്ങളൊന്നും ഇട്ടുകൊടുക്കാറില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് അമ്മയ്ക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ആ കുഞ്ഞിനോട് അമ്മയ്ക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ആ ചെളി പിടിച്ച പാത്രത്തിലൂടെ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ആ ചെളി ഉള്ളിൽ ചെല്ലുകയും ആ കുഞ്ഞിന് രോഗകാരണമായിട്ട് തീരുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, പലപ്പോഴും അശുദ്ധമായ വിചാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരാത്തതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതമാകുന്ന പാത്രം, നമ്മുടെ മനസ്സാകുന്ന പാത്രം അത് അശുദ്ധമാണ്. അവിടെ ഒരു കുമ്പസാരത്തിലൂടെ, ഈശോയാകുന്ന ഒരു കുമ്പസാരത്തിലൂടെ നമുക്ക് കടന്നു പോയാലേ ദൈവത്തിൻ്റെ കൃപാവരത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിക്കാം. ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കാം. സക്കേവൂസ് തീരുമാനങ്ങളെടുത്ത് വ്യത്യസ്തനായ മനുഷ്യനായി തീരുന്നത് പോലെ ഈ സമയം നമുക്ക് നമ്മുടെ മനസ്സിനെ പരിശോധിച്ച് വിശുദ്ധിയോടെ തമ്പുരാന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആദ്യത്തെ സംഭവത്തിലേക്ക് നമുക്കൊരിക്കൽ കൂടി തിരിച്ചുപോയി. ഈശോ എനിക്കൊരു നല്ല വീട് തന്നു, അതിൻ്റെ അകത്ത് 1 മുറി ഞാൻ ഈശോയ്ക്ക് കൊടുത്തു, 2 മുറി ഞാൻ എടുത്തു. ഈശോ എനിക്കൊരു ഭവനം തന്നു, അതിൻ്റെ അകത്ത് ഈശോ എനിക്ക് 2 മുറി തന്നു, 1 മുറി ഈശോ എടുത്തു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ നിലപാടുകൾ, ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ജീവിത നിലപാടുകളിലും മാറ്റം വരികയാണ്, കൃപയുടെ ജീവിതത്തിനും മാറ്റം വരികയാണ്. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ വൈകല്യങ്ങളെ തിരിച്ചറിയാനായിട്ട്, ആൾക്കൂട്ടത്തിലും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ധീരതയുള്ള മനുഷ്യരാകാനായിട്ട്, ആധ്യാത്മിക ജീവിതത്തിൽ കരുത്തുള്ള മനുഷ്യരാകുവാൻ, അങ്ങനെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങൾ, ഭൂമിയുടെ ഉപ്പായിത്തീരുവാൻ, ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ ഈ വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അഭിഷേകം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. elroyvision.uae@gmail.com
gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.